തെറ്റ് എന്താണെന്ന് പഠിച്ചത് ആലിമീങ്ങളല്ലേ? അവരിന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കൽ അവരുടെ ബാധ്യതയല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കിണറ്റിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വിഷം ചേർത്ത വെള്ളം ജനങ്ങൾ കുടിക്കുമ്പോ കുടിക്കല്ലേ എന്ന് പറയേണ്ടത് അതിനെക്കുറിച്ച് വിവരമുള്ളവരല്ലേ? ഇതുപോലെ നരകത്തിലേക്ക് നമ്മൾ സ്ത്രീകളെ കൊണ്ടുപോകുമ്പോ അതിൽ പങ്കെടുക്കല്ലേ എന്ന് പറയേണ്ടത് നരകത്തിലേക്കുള്ള റൂട്ടാണെന്ന് പഠിച്ച പണ്ഡിതന്മാരല്ലേ? അതുകൊണ്ട് അതാ കേരളത്തിലുള്ള എല്ലാ ഖാദിമാരോടും എല്ലാ ഖതീബുമാരോടും ഞാൻ ഉണർത്തുന്നു, ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളെ മഹല്ലത്തുകളിൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം നന്നായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട നിയമമുണ്ട് നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്, നമ്മളെ ശമ്പളം ഹലാലാകണ്ടേ, ദീനിന്റെ കാര്യം തുറന്ന് പറയണ്ടേ? അത് മൂടി വെച്ചാൽ അൽജമഹുല്ലാഹു ബിലിജാമിൻ മിനന്നാർ, തീനാലുള്ള ചങ്ങല കൊണ്ട് അലിമീങ്ങളെ ചങ്ങലക്കിടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മൾ ദീനനുസരിച്ച് ജീവിക്കണം. ദീന് വിട്ടുകൊണ്ട് നമുക്ക് ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല. ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചില്ലെങ്കിലും എന്തായാലും, അതാണ് ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിൽ മനുഷ്യർക്കൊപ്പം നിന്നാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞത്. ഏതെങ്കിലും മനുഷ്യന്മാർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും അള്ളാഹിന്റെ ദീന് വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയും മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. അതിൽ നല്ല ജാഗ്രത പുലർത്തണം മുസ്ലിമീങ്ങൾ എന്ന് ഞാൻ ഉണർത്തുകയാണ്. നമ്മൾ കള്ളുകുടിയന്മാരാകാൻ പാടില്ല, നമ്മൾ വ്യഭിചാരികളാകാൻ പാടില്ല.